നമ്മളെ ഒന്ന് ഷോക്കേൽപ്പിച്ച വാർത്തയായിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന് കൊല്ലത്ത് ഇരവിപുരത്ത് പിതാവ് മകളുടെ ആൺ സുഹൃത്തിനെ കുത്തി കൊലപ്പെടുത്തി. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്നുകൂടി അറിയുക. അപ്പോൾ ഇരവിപുരം സ്വദേശിയായ 19 വയസ്സുകാരൻ അരുണിനെ ശരവണ നഗർ വെളിയിൽ വീട്ടിൽ പ്രസാദാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രസാദിൽ നിന്ന് നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അരുണിൻ്റെ കുടുംബം പറഞ്ഞു. അവനെ എൻ്റെ കയ്യിലൊന്ന് കിട്ടണം, ഇന്ന് എൻ്റെ മുമ്പിലൊന്ന് നിർത്തിയാൽ മതി, എൻ്റെ മുമ്പിലൊന്ന് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ പോയത്. ഇയാള് പ്രശ്നമാണല്ലോ. ഇയാൾക്ക് എപ്പോഴും എത്രയോ പേര് ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവനിപ്പം അയാൾ ഇവിടുന്ന് ഇറങ്ങി പോയപ്പോ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്നാ. അപ്പോഴാണ് ഇവനെ വിളിച്ചത് അങ്ങോട്ട്. വാടാ, നമുക്ക് സംസാരിച്ച് തീർക്കാനുണ്ട്. എപ്പോഴും ഏക്കങ്ങ് സംസാരം. അങ്ങനെ വിളിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തത്. വിശദാംശങ്ങളുമായി ഇരവിപുരത്ത് നിന്ന് അരുൺ രാജ് തത്സമയം ചേരുന്നു. അരുൺ രാജ്, ഈ 19കാരനെ കൊലപ്പെടുത്താൻ ഈ പ്രസാദ് തീരുമാനിച്ചതിന് പിന്നിൽ ഈ വൈരാഗ്യം, മകളെ പ്രണയിച്ചു എന്ന വൈരാഗ്യം മാത്രമാണോ? ഇന്നലെ വൈകിട്ട് 6:30 സംഭവം. വൈകിട്ട് 6:30 ഈ പ്രസാദ് തൻ്റെ മകൾ താമസിക്കുന്ന വീട്ടിലേക്ക്, അതായത് ബന്ധുവിൻ്റെ വീട്ടിലാണ് മകൾ താമസിക്കുന്ന, ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഈ അരുണിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതിന് മുമ്പ് അരുണിൻ്റെ വീട്ടിലെത്തി പ്രസാദ് അരുണിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വീട്ടുകാർ അവിടെ ഇല്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഫോൺ മുഖാന്തരം വിളിച്ചു വരുത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ആദ്യഘട്ടത്തിൽ മർദ്ദനവും പിന്നീട് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ അരുണിൻ്റെ നെഞ്ചത്ത് കുത്തുകയും ചെയ്യുന്നത്. ഈ തുടർന്ന് അരുണിൻ്റെ മരണം 8 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. നിലവിൽ പോലീസ് പറയുന്നത് ഈ പ്രസാദും അരുണും തമ്മിൽ ചില ഘട്ടത്തിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രസാദ് മദ്യപിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് അരുണിൻ്റെ പിതാവും അതുപോലെ തന്നെ മാതാവും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനമെടുത്തതാണ്. ഇരുവരും തമ്മിൽ ഏറെക്കാലമായി ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിന് വീട്ടുകാർക്കടക്കം വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഈ മദ്യപിക്കുന്ന സമയത്ത് ഈ പ്രസാദിന് ചില ഘട്ടത്തിലെല്ലാം അരുണിനോട് ദേഷ്യമുണ്ടാവുകയും അരുണിനെ ഇത്തരത്തിൽ ഫോണിലടക്കം വിളിച്ച് ചീത്ത വിളിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ അരുണിൻ്റെ കുടുംബം ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ ഇന്നലെ ഉണ്ടായ പ്രൊവോക്കേഷൻ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇരു കുടുംബങ്ങൾക്കും കൃത്യമായി അറിയില്ല. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഈ പ്രസാദ് തന്നെയാണ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങുകയും തൻ്റെ മകളെ ശല്യം ചെയ്ത ഒരാളെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ പ്രസാദ് ഈ വിളിച്ചു വരുത്തിയാണ് കൊല നടത്തിയതെന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിക്കും ഈ അരുണിനെ ഇഷ്ടമായിരുന്നു. ഇവർ തമ്മിലുള്ള കല്യാണം ഈ പെൺകുട്ടിയുടെ മാതാവും അതുപോലെ തന്നെ സഹോദരനും ഉറപ്പിച്ചു. പക്ഷേ പ്രസാദിന് അക്കട്ടത്തിലൊന്നും തന്നെ എതിർപ്പില്ലായിരുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ, മദ്യപിക്കുന്ന ഘട്ടങ്ങളിൽ അരുണുമായി ഈ ഇത്തരത്തിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുക, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് പ്രസാദിന്റെ രീതിയായിരുന്നു എന്നുള്ളതാണ് അരുണിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. നമുക്കിപ്പം അരുൺ രാജാണ് വിവരങ്ങളുമായി ചേർന്നത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.